പിള്ളേര് തമ്മിലെങ്കിലും വഴക്കില്ലല്ലോ. സോനെ, സോനെ, ഓ ഇതുവരെ റെഡിയായില്ലേ നീ? വാ. അതാ വരുന്നമ്മേ. എന്തോ ഇത്ര താമസം? അമ്മ ഞാൻ മാത്രം റെഡിയായ മതിയോ? മോളെയും കൂടി ഒരുക്കണ്ടേ? ഓ, അമ്മമ്മയുടെ മോള് സുന്ദരിക്കുട്ടിയായല്ലോ. പോകാം. അല്ലമ്മേ, ഇത് പണിയാവോ? എന്തു പണി? എനിക്ക് 2 ദിവസം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കാണുന്നായിരിക്കും എല്ലാരും കരുതുന്നേ. കരുതുന്നവര് കരുതട്ടെ. എന്ന് വെച്ച് നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് നിനക്ക് പോണ്ടേ? എടി, ശ്യാമമോൾക്ക് പോളിയോ കൊടുക്കാൻ പോവാണെന്ന് ഇന്ദ്രനോട് സത്യനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സത്യനത് ശ്യാമനോട് പറയാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് അവരാരും ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ണാൻ വരില്ല. അതുപോലെ ഇന്ദ്രേട്ടൻ ഏട്ടത്തിയുടെ വീട്ടിൽ പോയി കഴിക്കായിരിക്കും. സത്യേട്ടനും ശ്യാമേട്ടനും അതെ, കഴിക്കട്ടെ. പിന്നെ പുറത്ത് കാവലിരിക്കുന്നവനെ ഒരു ദിവസം പട്ടിണി കിട്ടും നോക്കാം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. അയാൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗേറ്റ് പുറത്തൊന്നും പൂട്ടിയിട്ടൊന്നും അല്ലല്ലോ നമ്മള് പോകുന്നത്. നമ്മളില്ലാത്തപ്പോ പുറത്ത് ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കാനുള്ള കാശൊക്കെ അയാളുടെ കാണും. മതി. എന്നിട്ട് അയാള് അങ്ങനെയെങ്കിലും പുറത്തു പോകുമെന്ന് എനിക്ക് അറിഞ്ഞു കിട്ടിയാ മതി. അടുത്ത ഒരു പോക്കോടെ അയാളെ എന്നേക്കുമായിട്ട് ഞാൻ പുറത്താക്കിയിരിക്കും. അമ്മയുടെ ഓരോ കണക്ക് കൂട്ടല്. ഇതിന് ഞാൻ അമ്മയ്ക്ക് കൂട്ടുനിന്നൊന്ന് ബാക്കിയുള്ളവർ അറിയാതിരുന്ന അത് കൊള്ളാം. സത്യത്തിൽ മോൾക്ക് പോളിയോ കൊടുക്കാനുള്ള ഡേറ്റ് നാളെ. അത് നമ്മൾ ഓർത്തില്ലെന്നങ്ങ് പറഞ്ഞാ പോരെ. കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ കള്ളം പറയുന്ന ആരും വിശ്വസിക്കില്ല. നീ ഒന്ന് ഇറങ്ങിക്ക, നമുക്ക് പോവാം. വാ, നടക്ക്. വാ, പോവാ. ഞങ്ങളൊന്ന് പുറത്തോട്ട് പോവുക. ഇവിടെ ആരും ഇല്ലെന്ന് കരുതി ഉറങ്ങിക്കളഞ്ഞേക്കരുത്. വീട്ടിലൊരു പട്ടിയെ വളർത്തുന്നതിന്റെ ഉപയോഗമെങ്കിലും വേണം. സെൻസസ് നടക്കുന്ന സമയം. സെൻസസ് എടുക്കാൻ ആള് വന്നാ എന്തു പറയണമെന്ന് കൂടി പറഞ്ഞു കൊടുത്തേക്കാം. ഓ, അത് ശരിയാണല്ലോ. പിന്നെ ഇവിടുത്തെ കുടുംബനാഥനാണെന്നൊന്നും പറഞ്ഞു കൊടുത്തേക്കരുത്. ഇല്ല, നിങ്ങൾ ആരുടെയും മനസ്സിലില്ലാത്ത സ്ഥാനം എനിക്ക് വേറെ എവിടെയും വേണ്ട. പരിചയമില്ലാത്ത ആര് വന്ന് ചോദിച്ചാലും ഞാൻ ഇവിടുത്തെ ജോലിക്കാരനാണെന്നേ പറയും. എന്നെ വിശ്വസിക്കാം സുശീലേ. അയ്യോ, വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു മുതല്. ആരോടെങ്കിലും ഒരു വാക്ക് തെറ്റി പറഞ്ഞ മുറ്റോടിക്കുന്ന ചൂരുകൊണ്ട് അടിച്ചോടിക്കും ഞാൻ. പറഞ്ഞേക്കാം. നടക്കു സോനെ. വിനയം മക്കളെ മനഃപൂർവ്വം കൊണ്ടെന്ന് ഏൽപ്പിച്ചതല്ലെങ്കിൽ മാഷ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും. അതിന് മോളെ, അവൻ ചിലപ്പോ അങ്ങനെയൊന്നും പറഞ്ഞു കാണില്ല. എന്നാലും മാഷിന് അത് ബോധ്യമായി കാണും. അതുകൊണ്ട് കുട്ടികളെ ഇനി അവന് വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാ അദ്ദേഹം. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്ത എന്തായാലും നന്നായി. ഇനി ആർച്ചമോളെയും ഭദ്രമോളെയും കാട്ടി അവന് നമ്മളെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇളയ കുഞ്ഞ് വിനയന്റെ കയ്യിലാണല്ലോ. ആ ഒരു വേവലാതി മാഷിനുണ്ട്. ആ കുഞ്ഞിനെ എന്തായാലും അവൻ വിട്ടുതരികയില്ല. അതെ, വിജയ് മോൻ അവന്റെ സ്വത്തും നിധിയൊക്കെയാ. അതുകൊണ്ട് ആ മോനെ അവൻ പൊന്നുപോലെ നോക്കി വളർത്തും. തൽക്കാലം ആ കുഞ്ഞിവിടെ സുഖമായിട്ട് വളരുമല്ലോ എന്ന് ആലോചിച്ച് ആശ്വസിക്കാം. അത്രേ പറ്റൂ. ഭാനുമേ, അതിങ്ങതാ.
എന്തായാലും അനുമോള് കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് അച്ഛനൊരാശ്വാസമായി കാണും. പിള്ളേർക്കും അതൊരു സന്തോഷമായിരിക്കും. ഇവിടെ വന്നപ്പോ എനിക്കും മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ബാനുമ്മേ. അവിടെ എനിക്ക് സ്വതന്ത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാ. എനിക്കും തോന്നി. ഞാൻ പിന്നെ മാഷിന്റെ മുമ്പിൽ വെച്ച് ഒന്നും ചോദിക്കാൻ പറയാൻ വേണ്ടാന്ന് വെച്ചാ. വെറുതെ എന്തിനാ ആ മനുഷ്യനെ കൂടി വിഷമിപ്പിക്കുന്നേ? അച്ഛനും അവിടത്തെ സ്ഥിതി കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോഴേ ഇന്ദ്രേട്ടന്റെ അച്ഛനെ ആ നരകത്തിലേക്ക് എത്തിക്കണ്ടായിരുന്നു തോന്നും. അവിടെ എത്തിപ്പെടാനല്ലെങ്കിൽ ശേഖരൻ പിന്നെ എന്തിനാ മോളെ പുനർജന്മം കിട്ടിയതുപോലെ തിരിച്ചു വന്നത്? എനിക്ക് തോന്നുന്നതേ ഇതൊരു ദൈവനിയോഗം തന്നെയാണെന്ന. അവൻ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യും. ദൈവം ഒന്നും കാണാതെ ശേഖരനെ അവിടെ എത്തിക്കില്ലല്ലോ. ഒന്നുകിൽ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയ തന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ, അതല്ലെങ്കിൽ സുശീലയെ ഒരു പാഠം പഠിപ്പിക്കാൻ. ആ സ്ത്രീയെ പാഠം പഠിപ്പിക്കാനൊന്നും അദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാനുമ്മേ, ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ആ മനുഷ്യനിപ്പോ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയെങ്കിലോ എന്നാ. അത്രയ്ക്ക് വലിയ ദ്രോഹമാ ബാനുമ്മേ ആ മനുഷ്യനോട് അവിടെയുള്ളവര് കാണിക്കുന്നത്. അച്ഛനെ ദ്രോഹിക്കുന്ന കാര്യത്തിലേ മക്കൾ അമ്മയെക്കാളും ഒട്ടും പുറകിലല്ലല്ലോ. അങ്ങനെ ചോദിച്ചാ ഇന്ദ്രേട്ടനും സത്യനും അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുന്നതിനോട് യോജിപ്പൊന്നുമില്ല. എന്നാലും അമ്മ ചെയ്യുന്നതിനെ അവര് തടയാനും തയ്യാറല്ല. സോന പിന്നെ അമ്മയുടെ തനി പകർപ്പായിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ പോയാ ശ്യാം അവളെ ഉപേക്ഷിച്ചു പോകുന്നുള്ള പേടി പോലും ഇന്ദ്രേട്ടനും സത്യനും എനിക്കെല്ലാം ഉണ്ട്. ശ്യാമ സോനയെ ഉപേക്ഷിച്ചു പോയാലേ സുശീല സന്തോഷിക്കേ ഉള്ളൂ. ഭർത്താവില്ലാതെ ജീവിച്ച് കാണിച്ചവളല്ലേ അവള്. ആ അമ്മയുടെ പാരമ്പര്യം മകളിലൂടെ നിലനിർത്തണമല്ലോ. പക്ഷേ അതോടെ സുശീലയുടെ നാശം തുടങ്ങും. അമ്മയും മകള് ശത്രുക്കളാകും. ആൺമക്കൾ അമ്മയെ ഉപേക്ഷിച്ചു പോവും. സുശീലയെ ദൈവം പോലും ഉപേക്ഷിച്ച് കളയാൻ പോകുന്ന കാലം വരുന്നതേ ഉള്ളൂ മോളെ. നീ കണ്ടോ? ഈ അമ്മയും മാമനും എന്ത് പണിയാ കാണിച്ചത്?